ഹായ് മക്കളെ, ഇന്ന് മാത്സിന്റെ ബേസിക്കിൽ നമ്മൾ പറയുന്നത് ഫ്രാക്ഷണൽ നമ്പേഴ്സിന്റെ അഡീഷനും സബ്ട്രാക്ഷനും ആണ്. നമുക്ക് ജസ്റ്റ് നോക്കാം ഫ്രാക്ഷണൽ നമ്പേഴ്സ് എങ്ങനെ കൂട്ടാം, എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത്. ഇതിന്റെ രണ്ട് കൂട്ടാനായാലും കുറയ്ക്കാനായാലും ഒറ്റ കാര്യമാണ് ക്ലാസ്സിലായാലും ഞാൻ പറയാറുള്ള എന്താണ്, റൊണാൾഡോനെ ഓർക്കാം. റൊണാൾഡോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്, മാറിപ്പോകരുത്. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നമുക്കൊരു ഫ്രാക്ഷണൽ നമ്പർ, രണ്ട് ഫ്രാക്ഷണൽ നമ്പേഴ്സ് നോക്കാം. 1/2 പ്ലസ് 2/3. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക, അതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 1നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 1 × 3 3 ആണ്. പിന്നെ ഈ സൈൻ എന്താ, പ്ലസ് അല്ലേ, അവിടെ പ്ലസ് കൊടുക്കാം. പിന്നെ ഈ 2നെ ഈ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം, അത് 4 വരും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ നമ്മൾ ഇൻറ്റു ചെയ്യുക. 3 × 2 6 ആണ്. എത്ര വന്നു അപ്പോൾ 7/6. സിമ്പിൾ അല്ലേ അത്? അതേപോലെ തന്നെ നേരെ മറിച്ച് വേറൊരു കാര്യം നോക്കാം. എന്താ, ഇതേ ഫ്രാക്ഷണൽ നമ്പേഴ്സിൻ്റെ സബ്ട്രാക്ഷൻ നോക്കാം. 3/4 മൈനസ് 2/5. ഇതും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെ. ഈ 3നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യുക, അപ്പോൾ 15 എന്ന് വരും. സൈഡ് നോക്കി, നേരത്തെ പ്ലസ് ആയ പ്ലസ് കൊടുത്തു, മൈനസ് ആകുമ്പോൾ മൈനസ് കൊടുക്കാം. ഓക്കെ, 4 × 2 എത്രയാണ്, ഈ 4നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം, അപ്പോൾ 8 എന്ന് വരും. ഡിവൈഡഡ് ബൈ 4 × 5 20 ആണ്. ഓക്കെ, 15 - 8 എത്ര വരും, 7/20. സിമ്പിൾ അല്ലേ? ഫ്രാക്ഷണൽ നമ്പേഴ്സ് കൂട്ടാനായാലും കുറയ്ക്കാനായാലും എന്ത് വേണം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ.